പുതിയ മാസത്തിൽ കർത്താവായ യേശുവിൻ്റെ വലിയ കൃപ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഈ സെപ്റ്റംബർ മാസം എല്ലാ നിലയിലും കർത്താവിൻ്റെ വലിയ നന്മകൾ കാണാൻ യേശു കർത്താവ് ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് ബലവും കൃപയും തരട്ടെ. പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല എന്ന് ദൈവവചനത്തിൽ പറയുന്നു. പ്രത്യാശ എന്ന് പറയുന്നത് ഇന്നലകളിലെ കാര്യമല്ല, ഇന്നത്തെ കാര്യവുമല്ല, വരുവാൻ പോകുന്ന ഭാവി കാലമാണ്. സാമർഥ്യമുള്ള ഭാര്യയെക്കുറിച്ച് ശലോമോൻ രാജാവ് സദൃശവാക്യത്തിൽ ഏറ്റവും ഒടുവിലത്തെ അധ്യായങ്ങളിൽ പറയുന്നു, ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടും. പ്രത്യാശയ്ക്ക് ബൈബിളിൽ നിന്ന് എടുത്തു പറയാൻ കഴിയുന്ന ഒരു മനോഹരമായൊരു വാക്കാണ്. അപ്പോൾ തന്നെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, അതായത് പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പ്. ആശയെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമുക്ക് വലിയ ആശകളുണ്ട്. എന്നാൽ പ്രത്യാശ എന്ന് പറയുമ്പോൾ വ്യത്യാസം വരും. ആശയെന്ന് പറയുന്നത് പൊതുവായി എല്ലാവർക്കും ഉള്ള ഒന്നാണ്. ഒരു നല്ല ജീവിതം ഉണ്ടാകണം. എന്നാൽ പ്രത്യാശ എന്നുള്ളത് ഒരു നല്ല ജീവിതം എനിക്കുണ്ട്, എൻ്റെ ഭാവി അനുഗ്രഹമായിരിക്കും, അതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ആശ എന്ന് പറയുന്നത് എനിക്കൊരു നല്ല ഭാവി ഉണ്ടായാൽ കൊള്ളാമായിരുന്നു, ഞാനത് ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനേക്കാൾ കുറച്ചും കൂടി ബലമുള്ളതാണ് പ്രത്യാശ. 1 കൊരിന്ത്യർ 13 അധ്യായം ഏറ്റവും ഒടുവിൽ പറയുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം. അപ്പോൾ വിശ്വാസം ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ ഒന്നാണ് വിശ്വാസം. അതിനേക്കാൾ കുറച്ചും കൂടി ബലപ്പെട്ട് ബൈബിൾ പറയുന്നത് പ്രത്യാശ, നാളുകളിലെ ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പ്. വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഭൂമിയിലെ ജീവിതമൊക്കെ അതിനകത്ത് വരാം. എൻ്റെ മക്കളെയും കാണും, അത് ഭൂമിയിലെ ജീവിതമാണ്. 128 സങ്കീർത്തനമൊക്കെ വിശ്വസിക്കുന്നവർ. എന്നാൽ പ്രത്യാശ എന്ന് പറയുമ്പോൾ കാണാത്ത കാര്യങ്ങളിലാണ്, അതായത് മാനുഷികമായി ദൃഷ്ടികളിൽ ആരും കണ്ടിട്ടില്ലാത്തതും ഭൂമിക്കപ്പുറമുള്ളതുമൊക്കെ പ്രത്യാശയിൽ വരും. അതിനകത്ത് കിട്ടുന്ന ഒരു ഉറപ്പുണ്ട്. നമ്മുടെ പിതാക്കന്മാരൊക്കെ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഭവനത്തിനായി കാത്തിരുന്നതെല്ലാം അവർക്കെല്ലാം പ്രത്യാശ ഉണ്ടായിട്ടാണ്. ഇന്നത്തെ ദിവസം മുതൽ വലിയ നാളെയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകൾ, അഥവാ പ്രത്യാശ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. അബ്രഹാമിനെ ദൈവം വിളിച്ച് ഓരോ കാര്യവും പറഞ്ഞപ്പോൾ അവനിൽ വിശ്വാസം ഉണ്ടായപ്പോൾ അവൻ ആരാധനാ സ്ഥലങ്ങൾ പണിത് അവിടെ ആരാധിച്ചു. അവനെ ആരാധിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രതീക്ഷകളുള്ളവർ അവരുടെ ആരാധനയിൽ അവർ മുന്നേറും. ഇന്നു മുതൽ യേശുവിനെ പാടി ആരാധിക്കാൻ നമുക്ക് കർത്താവ് കൂടുതൽ കൃപ തരട്ടെ. ചേർന്ന് പാടി ആരാധിക്കാം. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും,
വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരുമില്ലാതേകനാകുമ്പോൾ മരണനിഴലിൻ ഭീതിയേറുമ്പോൾ അസ്ഥി സൈന്യമായി നിവർന്നിടും. മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും. മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, അസ്ഥി സൈന്യമായി നിവർന്നിടും. മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും. മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ. പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ. പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. 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 അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ 8-ാം അധ്യായത്തിലൂടെ സഞ്ചരിച്ചു. 8-ാം അധ്യായം അവസാനിക്കുന്നത് തന്നെ യഹൂദന്മാർ അവനെ എറിയാൻ കല്ലെടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ കല്ലെടുത്തു. യേശു എന്ത് ചെയ്തു? അതായത് അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ടെന്നുള്ളൊരു വാക്ക് യേശു സത്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ കല്ലെറിയും. എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് ഈ ഭൂമിയിൽ നിൽക്കാൻ പറ്റുള്ളെന്ന് ആണ് പലരും പറയുന്നത്. എന്നാൽ യേശു സത്യം പറഞ്ഞ് ഭൂമിയിൽ നിന്ന ദൈവപുത്രനാണ്.
നാളാരോ പറഞ്ഞ പോലെ ഈ നല്ലവരൊക്കെ പെട്ടെന്ന് മരിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് മരിക്കാതിരിക്കാനാണ് ഞാൻ ഇത്തിരി കൊള്ളരാത്തവനായിട്ട് ജീവിക്കുന്നത്. കാരണം നല്ലവരെയൊക്കെ ദൈവം വേഗം വിളിക്കുന്നത്. ഓരോരുത്തരും മരിക്കുമ്പോൾ പറയൂ, ഇത്രയും നല്ല മനുഷ്യനായിരുന്നല്ലോ, അയാൾ വിളിച്ചല്ലോ. ഈ നല്ലവരൊക്കെ വേഗം പോകുന്നത് കണ്ടപ്പോൾ ചിലർക്ക് പേടി, ഇനി നല്ലവരായിട്ട് നിന്നാൽ നമ്മുടെ സ്റ്റാൻഡ് വിട്ട് പോകേണ്ടി വന്നാലോ. യേശു നല്ലവനായി തന്നെ ജീവിച്ചു, നല്ലവനായി തന്നെ പ്രവർത്തിച്ചു, നല്ലവനായി തന്നെ മരിച്ചു, സത്യം മാത്രം സംസാരിച്ചു. അതുകൊണ്ട് കല്ല് എറിയുവാൻ 59 വാക്യം, അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. യേശു മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. യേശുവിന് അവിടെ തന്നെ നിന്നാലെന്താ? ഞാൻ ദൈവപുത്രനല്ലേ, ധൈര്യം ഉണ്ടെങ്കിൽ എറിയടാ, ഞാൻ ദൈവപുത്രനാണ്, നിനക്കൊക്കെ എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിന്നോ? ഒരു ദൈവ പൈതൽ മറയേണ്ടടുത്ത് മറയണം, പോകേണ്ടടുത്തൊന്ന് പോകണം, പറയേണ്ടത് പറയണം, എന്നാൽ ഒഴിഞ്ഞു മാറേണ്ടടുത്ത് ഒഴിഞ്ഞു മാറണം. അതായത് നമ്മെ ഈ ഭൂമിയിലാക്കിയത് വല്ലവൻ്റെ കല്ലേറ് കൊള്ളാനല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കാനാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കാൻ വിളിക്കപ്പെട്ട നാം അതിലാണ് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ പദ്ധതികളെ നാം അറിയണം, അതിൽ മാത്രം ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ മാത്രം നാം നോക്കണം. എന്ത് വേല തികക്കണം? ക്രൂശിൽ യേശു പറഞ്ഞു സകലത് നിവർത്തിയായി. ആ കാര്യം നിവർത്തിയാക്കലാണ് യേശുവിൻ്റെ ജോലി. വഴിയിൽ വരുന്ന വിഷയത്തിലെല്ലാം ഫേസ് ചെയ്യലും അതിൽ തന്നെ നിൽക്കലുമല്ല. ചില പറയും ഞാൻ ദൈവ പൈതലാണ്, ഞാൻ അവിടെ നിന്നൊന്നും വഴി മാറത്തില്ല, കല്ലെങ്കിൽ കല്ല്, കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്താണ്. വിഡ്ഢിത്തരമാണ്. ചില കല്ലുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, ചില പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. യേശു പലയിടത്തുനിന്ന് ഒഴിഞ്ഞു മാറി. കാരണം യേശു വന്നത് കല്ലേറ് കൊണ്ട് ചാകാനല്ല, യേശു ക്രൂശിൽ മരിച്ച് നമുക്ക് നിത്യജീവനെ തരാനാണ്. എന്തിന് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു? ആ കാര്യം നിവർത്തിക്കാനാണ് യേശു വന്നത്. അപ്പം അതുകൊണ്ട് ഒഴിഞ്ഞു മാറേണ്ടയിടത്ത് നാം ഒഴിഞ്ഞു മാറണം. ഇന്ന് ആർക്കൊക്കെ ഉള്ള ഒരു സന്ദേശമാണ് ഒഴിഞ്ഞു മാറേണ്ടയിടത്ത്. ഒരു വിഷയത്തെ വലുതാക്കുന്നതിന് മുമ്പ് ഒഴിഞ്ഞു മാറേണ്ടയിടത്ത് നാം ഒഴിഞ്ഞു മാറണം. എനിക്ക് തോന്നുന്നു പൗലോസിന് ഇങ്ങനെ ഈ ഒഴിഞ്ഞു മാറുന്ന പരിപാടിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പൗലോസ് പലയിടത്തും ഒഴിഞ്ഞു മാറുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും വിഷയങ്ങളുണ്ടായി. എന്നാൽ ദൈവം അവനെ കാത്തു. കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറെടുത്ത ആൾക്കാരങ്ങനെയാണ്. എന്നാൽ നമ്മൾ യേശുവിലേക്ക് നോക്കുമ്പോൾ യേശു പലയിടത്തുനിന്നും മാറി. അതായത് ദൈവത്തിൻ്റെ ഹിതത്തിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഞാനിവിടുന്ന് അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് ഈ ചേർത്തല വന്നപ്പോൾ, ആലപ്പുഴയ്ക്കും എറണാകുളത്തിനിടയിലാണ് ചേർത്തല. ചേർത്തലയിൽ വെച്ച് എൻ്റെ വണ്ടി വേറൊരു വണ്ടിയായിട്ടൊന്ന് മുട്ടിയെന്ന് കരുതി അന്ന് മുഴുവനും ഞാൻ അയാളായിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി മുട്ടി, ശരി, അതിന് ക്ലെയിം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോവുക, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോവുക, അല്ലെങ്കിൽ അയാളാണ് കംപ്ലൈൻറ്റ് ചെയ്തെങ്കിൽ അയാളോട് മേടിക്കേണ്ടത് മേടിക്കുക. ഇതെല്ലാം സ്നേഹത്തിൽ അങ്ങോട്ട് ചെയ്ത് നമ്മുടെ ജീവിതയാത്രയിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇല്ല. ഇടക്ക് വന്നു കയറിയതാണ്. അതിനെ പെട്ടെന്ന് സെറ്റിൽ ചെയ്ത് നമ്മൾ അടുത്ത വഴിക്ക് പോകണം. പോകുന്ന വഴിയിൽ വരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കരുത്. യേശുവിൻ്റെ ജീവിതയാത്രയിൽ വന്നതിനെ കർത്താവ് പറയേണ്ടത് പറഞ്ഞിട്ട് ഉടനെ അവിടുന്ന് യേശു മാറുകയാണ്, ഒഴിഞ്ഞു മാറി. അപ്പോൾ ഇന്ന് ഇത് കേൾക്കുന്ന പലരും എഴുതി വെക്കണം, ദൈവികമല്ലാത്ത ജീവിത ലക്ഷ്യത്തെ തടയുന്ന എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറണം. ഒഴിഞ്ഞു മാറാൻ പാടില്ലാത്തടത്ത് യേശു നിന്നുകൊടുത്തു. ഗദസമന തോട്ടത്തിൽ നിന്ന് യേശു ഒഴിഞ്ഞു മാറിയോ? ഇല്ല. യേശു അങ്ങോട്ട് ചെന്നതാണ്. യേശു അവിടെ ചെല്ലാതെ യേശുവിനെ പിടിക്കാൻ പറ്റില്ല. കാരണം യൂദയ്ക്ക് ആ സ്ഥലമാണ് അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. പിടിക്കാൻ പറ്റിയ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ആരെ തിരയുന്നു? നസറേനെ യേശുവിനെ പിടിച്ചോ, ബാക്കിയുള്ളവർ പൊയ്ക്കോട്ടെ. എന്നാ ധൈര്യമാണ്. വിലങ്ങണിയേണ്ട സമയത്ത് വിലങ്ങണിയാനും
വിലങ്ങ് അണിയാൻ പാടില്ലാത്തിടത്ത് വിലങ്ങ് അണിയാതെ നിൽക്കാനും യേശുവിനെ അറിയാം. അതിൻ്റെ പേരാണ് ജ്ഞാനം. എവിടെ എന്ത് ചെയ്യണം, എവിടെ എങ്ങനെ ആയിരിക്കണം, ഓരോ ദിവസവും എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാതെ വരുന്നവരാണ് ജീവിതയാത്രയിൽ ഇടക്ക് വെച്ച് എന്തിലൊക്കെ സ്റ്റക്കായി പോകുന്നത്. അതുകൊണ്ട് നാം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ദാവീദ് കരയുന്ന ഒരു ഭാഗം ബൈബിളിലുണ്ട്. അവൻ കരയുന്നത് ശൗലിനെ യോനാഥാനെ ഓർത്തിട്ടാണ്. അത് കള്ളക്കണ്ണീരൊന്നുമല്ല. ദാവീദിന്റെ ഹൃദയം ഭയങ്കര നിഷ്കളങ്കമാണ്. യോനാഥാനെ കുറിച്ച് അവന് കരയാൻ ഒത്തിരി ഉണ്ട്. എന്നാൽ ശൗലിനെ കുറിച്ചും കരഞ്ഞു. കാരണം ശൗലും ഈ യോനാഥാനും ഒക്കെ ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ വീരന്മാരാണ്. 2 ശമൂവേൽ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവൻ വാവിട്ട് ദൈവസന്നിധിയിൽ കരയുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. വീരന്മാർ പട്ടുപോയത് എങ്ങനെ, അയ്യോ ഇതാരും അറിയരുതേ എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. 1-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിക്കുമ്പോൾ, അനന്തരം ദാവീദ് ശൗലിനെ അവന്റെ മകനായ യോനാഥാനെ കുറിച്ച് വിലാപഗീതം ചൊല്ലി അവൻ യഹൂദ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവൻ പാട്ടെഴുതി, എന്നിട്ട് എല്ലാവരോടും കരയാൻ പറഞ്ഞു, പാടിപ്പിച്ചു. ഇസ്രായേൽ മക്കളെ അവനൊരു പാട്ട് പഠിപ്പിച്ചു. ഇസ്രായേലേ, നിന്റെ പ്രതാപമായവർ നിന്റെ ഗിരികളിൽ നിഹിതന്മാരായി. വീരന്മാർ പട്ടുപോയത് എങ്ങനെ, ഗത്തിൽ, അതായത് ശത്രുക്കളുടെ നാട്ടിൽ അത് പ്രസിദ്ധമാക്കരുതേ. അസ്കലോൻ വീതികളിൽ ഘോഷിക്കരുതേ. ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുതേ. അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കരുതേ. ജാതികൾ ഇത് അറിയരുതേ. ദൈവത്തിൻ്റെ ശത്രുക്കൾ അത് കേട്ട് സന്തോഷിക്കരുതേ. അവരുടെ നാട്ടിൽ നൃത്തം ഉണ്ടാകരുതേ. വീരന്മാർ പട്ടുപോയി. കാരണം ഇവർ പട്ടുപോകാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് കരയുന്നത്. ഇവർ ഇവരുടെ ജീവിതത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയില്ല. എന്തുകൊണ്ട്? ഇടക്ക് വെച്ച് അഭിഷേകം നഷ്ടപ്പെടുത്തിയ ശൗൽ, അവൻ്റെ അഭിഷേകം എന്തിനാണ്? അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ വരെ എത്തി നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ ഒരു നല്ല അന്ത്യത്തിലേക്ക് പ്രവേശിക്കേണ്ടവനായിരുന്നു ശൗൽ. ശൗലിന് നല്ല അന്ത്യത്തിലോട്ട് പ്രവേശിക്കാമായിരുന്നു. എന്ത് ചെയ്യണമായിരുന്നു? ദാവീദ് 10,000 കൊന്നു, ശൗൽ 1000 കൊന്നു. സാരമില്ല, ദാവീദ് 10,000 കൊന്നല്ലോ. അവനൊരു ദൈവ പൈതലല്ലേ. അവനെ ഞാൻ എൻ്റെ മരുമകനാക്കാൻ പോവുകയാണ്. എൻ്റെ മരുമകൻ 10,000 കൊന്നു. നല്ല കാര്യം, ഒരു അസൂയയില്ല. അവനെ സേനാനായകനാക്കി കൂടെ നിർത്തി ദാവീദിനെ രാജാവായിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചു. ശൗലിന് എന്തു വലിയൊരു വിശ്രമം കിട്ടുമായിരുന്നു. യോനാഥാൻ 2-ാമൻ. കാരണം യോനാഥാൻ്റെ ആഗ്രഹം ഇതാണ്. ദാവീദിനോട് പറഞ്ഞു, നീ രാജാവാകും, അന്ന് ഞാൻ നിനക്ക് 2-ാമനായിരിക്കും. യോനാഥാൻ വളരെ നല്ലവനായിരുന്നു. ദാവീദിന് വളരെ സപ്പോർട്ടായിരുന്നു. എന്തുകൊണ്ട്? യോനാഥാൻ മരിച്ചു. അവനും ജീവിതത്തിലെ സ്വപ്നങ്ങളിലെത്തിയില്ല. ദാവീദിൻ്റെ മന്ത്രിയായില്ല. എന്താ കാരണം? അതിൻ്റെ കാരണം അവൻ അപ്പൻ്റെ കൂടെ നിന്നു. ഒറ്റ കാരണം. ദാവീദിൻ്റെ ഒപ്പം നിന്നിരുന്നെങ്കിൽ അവൻ മന്ത്രിയാകുവാൻ. എവിടെ നിൽക്കണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല. ഇതൊക്കെയാണ് ജീവിതത്തിൽ പലരും ലക്ഷ്യത്തിലെത്താത്തത്. ആരുടെ കൂടെ നിൽക്കണമെന്നറിയില്ല. ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവരുടെ കൂടെ നിൽക്കണം. ചിലർ വീട്ടുകാരുടെ കൂടെ നിൽക്കും. ചിലര് ചർച്ചിൽ വന്നാൽ പോലും ചർച്ചിലെ ചിലരുടെ കൂടെ നിൽക്കും. ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം. ദൈവം ആരെങ്കിലും ഒരു പദ്ധതി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയുടെ കൂടെ നിൽക്കണം. മോശയുടെ കൂടെ യോശുവയും കാലേബും നിന്നു.
മോശയും അഹരോനും കല്ലേറ്, ഇസ്രായേൽ മക്കൾ കല്ലെറിയാൻ കല്ലെടുത്തപ്പോൾ കവിണ് വീണ് കിടക്കുകയാണ്. പറയാൻ മറുപടിയില്ല. ഉടനെ അവര് കല്ലേറ് കൊള്ളാതിരിക്കാൻ കാലേബ് യോശുവയും മുമ്പിലോട്ട് വന്നിട്ട് ഈ വീണ് കിടക്കുന്നവരുടെ മുമ്പിൽ കയറി നിന്നു. എന്നിട്ട് വസ്ത്രം കീറിയിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം എറിയണമെങ്കിൽ ഞങ്ങളെ എറിയട്ടെ. അങ്ങനെ മോശയും അഹരോനൊക്കെ കല്ലെറിയെന്ന് പുറത്തു വന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താതെ പോയ 10 പേരുണ്ട്. അവര് എന്താണ് എത്താതെ പോയത്? അവർ കനാൻ കണ്ടില്ല. എന്താ കാരണം? അതിൻ്റെ കാരണം അവർ പറഞ്ഞ നെഗറ്റീവ് വാക്കുകളാണ്. ദൈവത്തിന് വിരോധമായി സംസാരിച്ച്. കാലേബ് യോശുവയെ മാത്രം അവരുടെ പ്രായത്തിൽ എങ്ങനെ അക്കരയെത്തി? അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൽ കാലേബ് യോശുവയും മാത്രമേ അവൾ അപ്പുറത്ത് പോയിട്ടുള്ളൂ. പിന്നെ ചെറുപ്പക്കാരെ പോയുള്ളൂ. അവരുടെ പ്രായക്കാരും കനാനിലില്ല. എല്ലാ ചെറുപ്പക്കാരും, 2 വല്യപ്പന്മാർ മാത്രം. എന്താ വാഗ്ദത്തം? ദൈവത്തിന് അനുകൂലമായി സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിന് പ്രായമൊന്നൊരു വിഷയമല്ല. അവരെയൊക്കെ ദൈവം പൂർത്തീകരണത്തിലെത്തിക്കും. കാലേബിനും യോശുവയ്ക്കും എല്ലാം നല്ലൊരു അന്ത്യം കിട്ടി. ഇതാ ശൗൽ എന്തുകൊണ്ട് നല്ലൊരു അന്ത്യത്തിലേക്ക് പോയില്ല? സ്വന്തം വാളിൽ വീണ് മരിക്കേണ്ടി വന്നു. യോനാഥാൻ മരിച്ചുപോയി. വീരന്മാർ പട്ടുപോയി. അത് ദാവീദിന് വലിയ സങ്കടമായി. കാരണം ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലെത്തുവാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ അതിൽ നമ്മൾ എത്തണം. ഇടക്ക് വെച്ച് തീർന്നു പോകാനുള്ളവരല്ല നാം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ചോദിക്കും, സ്തേഫാനോസ് ജീവിതത്തിൻ്റെ അന്ത്യത്തിലെത്തിയോ? തീർച്ചയായിട്ടും. അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രോഗ്രാം അത്രമേ ഉള്ളൂ. ഇത്ര വർഷം പഴയ നിയമത്തിൽ പറയുന്ന പോലെ നിന്റെ മക്കളെയും നീ കാണും എന്ന ഒരു വാഗ്ദത്തം പുതിയ നിയമത്തോട് ബന്ധപ്പെട്ടില്ല കേട്ടോ. 1 വർഷമോ രക്ഷിക്കപ്പെട്ട ചില ദിവസങ്ങളോ എത്രയോ പേര് ദൈവം വിളിച്ചു. ദൈവം വിളിക്കുമ്പോൾ പോവുക. എന്നാൽ ശൗല് തൻ്റെ ജീവിതത്തിൽ ദൈവം വിളിച്ചപ്പോൾ പോയതല്ല, അവൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ കാരണം എന്താണ്? ദാവീദിനെ കൊല്ലാൻ പല പ്രാവശ്യം നടന്നു. ദാവീദ് അവനെ കൊന്നില്ലെന്ന് മാത്രമല്ല, ദാവീദ് ഒരു വാക്ക് പറഞ്ഞു, ഒന്നുകിൽ അവൻ മരിക്കും, അല്ലെങ്കിൽ പടയിൽ നശിക്കും, അല്ലെങ്കിൽ തന്നെ ചാകും. ദാവീദ് മനസ്സ് ഹൃദയം നൊന്തപ്പോൾ കൂടെയുള്ളവരോട് പറഞ്ഞു, നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, കാരണം ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള അന്ത്യമാണ്, ലക്ഷ്യത്തിലെത്തില്ല. അപ്പോൾ വീരന്മാർ പട്ടുപോയത് എങ്ങനെ? ഇതാരും അറിയരുതേ. വീരന്മാർ ഒരിക്കലും പട്ടുപോകാൻ പാടില്ല. ദൈവത്തിന്റെ വീരന്മാർ. ശിംശോന്റെ ചരിത്രം അതല്ലേ? ഇവരെല്ലാം ദൈവത്തിന്റെ വീരന്മാരായിരുന്നു. ലക്ഷ്യത്തിലെത്തിയില്ല. ഏറ്റവും ഒടുവിൽ ശിംശോൻ ആത്മഹത്യയാണ് ചെയ്തത്. എന്നാൽ ശിംശോൻ ഇങ്ങനെ പ്രാർത്ഥിക്കാമായിരുന്നു, കർത്താവേ, എൻ്റെ കണ്ണിന് വേണ്ടി പ്രതികാരം ചെയ്യാനാണെന്ന് പറഞ്ഞാണ് ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പ്രാർത്ഥന ഒന്ന് തിരുത്തി പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് ഒരിക്കൽ കൂടി എനിക്ക് കാഴ്ച തരണേ, ഒരിക്കൽ കൂടി എന്നെ ഇവിടുന്ന് പുറത്തെടുക്കണേ. അങ്ങനൊന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു, ശിംശോന് പുറത്ത് വരാമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ പൂർത്തീകരണത്തിലെത്തിക്കുക. അത് ദൈവഹിതമാണ്. യേശു അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. 8ന്റെ ഏറ്റവും ഒടുവിൽ അങ്ങനെയാണ് യോഹന്നാനിൽ കാണുന്നത്. യേശു കല്ലേറുകൾ വന്നപ്പോഴും പ്രശ്നങ്ങൾ വന്നപ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിൻ്റെ കാരണം ശരിയായ പൂർത്തീകരണത്തിലെത്തുവാനാണ്. അതുകൊണ്ട് ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ പൂർത്തീകരണം, ഈ ഭൂമിയിലുള്ള എൻ്റെ പൂർത്തീകരണം ആരംഭത്തേക്കാൾ നല്ലൊരു അവസാനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശുവിന് അതുണ്ടായി. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്നവരറിയണം, ഇടക്ക് വെച്ച് തീരാനുള്ളതല്ല നമ്മൾ. അതുകൊണ്ട് ഇടക്ക് വെച്ച് വരുന്ന രോഗങ്ങളും ക്യാൻസറാകട്ടെ അപകടമാകട്ടെ എല്ലാറ്റിൽ നിന്നും പുറത്തു വരണം. വന്നേ മതിയാകും.
അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും കൈവച്ച് അങ്ങനെ തന്നെ പറയണം, കർത്താവെ, ജീവിതം പൂർത്തിയാകാതെ ഈ വ്യക്തി എടുക്കാൻ പാടില്ല. അങ്ങയുടെ ഹിതമല്ലാത്ത എല്ലാ മരണങ്ങളും മാറിപ്പോട്ടെ എന്ന് നമ്മൾ ശാസിക്കണം. അത് മാറിപ്പോവും. അങ്ങനെയുള്ളവർക്കെല്ലാം ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്കെല്ലാം മടങ്ങി വരാൻ കഴിയും. യേശുവിൻ്റെ കാലത്ത് എത്രയോ മരിച്ചവരുണ്ടായി. എന്നാൽ ലാസർ മരിച്ച് നാറ്റം വെച്ച് 4-ാം ദിവസം യേശു പുറത്തു കൊണ്ടുവന്നു. കാരണം അവൻ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിലെത്തിയിട്ടില്ല. ജീവിതം പൂർത്തിയാക്കിയ ഒരാളെ എഴുന്നേൽപ്പിക്കേണ്ട ആവശ്യമില്ല, പൊയ്ക്കോട്ടെ. തബീതയുടെ ജീവിതം തീർന്നിട്ടില്ല, ശുശ്രൂഷ തീർന്നിട്ടില്ല, എഴുന്നേൽപ്പിച്ചു. എന്നാൽ അവരുടെയൊക്കെ കാലത്ത് എത്രയോ ആൾക്കാർ മരിച്ചു. വിശുദ്ധന്മാർ 5000 പേരുള്ളവരിൽ ആരും മരിക്കുന്നില്ലേ? അവിടെ ഒന്നും ഉയർപ്പിച്ചത് എഴുതുന്നില്ല. എന്താണ്? ലൂക്കോസ് ആണെങ്കിൽ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആളാണ്. എവിടെയെങ്കിലും ഒരാൾ മരിച്ചു ഉയർത്തത് എഴുതിയിരിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ യൂത്തിക്കോസ് വീണു, അവനിൽ ജീവൻ മടങ്ങി വന്നു എന്ന് എഴുതിയിരിക്കുന്നു. സൂക്ഷ്മമായി ഇങ്ങനെയുള്ള കാര്യമൊക്കെ പൊക്കിക്കൊണ്ടുവരുന്ന ആളാണ് എഴുത്തുകാരൻ ലൂക്കോസ്, ഡോക്ടർ ലൂക്കോസ്. അപ്പോൾ അവിടെയെല്ലാം മനസ്സിലാകുന്നത്, ജീവിത ലക്ഷ്യത്തിലെത്താത്ത ഒരാൾ, ആ ആള് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ഇനിയും സമയം വേണം കർത്താവ്. ഇത് കേൾക്കുന്ന പലരും അങ്ങനെ പ്രാർത്ഥിക്കണം. അത് 80 വയസ്സായാലും 150 വയസ്സായാലും ദൈവത്തിൻ്റെ ഉദ്ദേശം പൂർത്തിയായില്ലെങ്കിൽ ചിലപ്പോൾ 160-ാമത്തെ വയസ്സിലാണെങ്കിലോ ദൈവത്തിനൊന്നും അസാധ്യമല്ല. നീ പ്രാർത്ഥിക്കണം, വിട്ടുകൊടുക്കരുത്. ദൈവഹിതമാണെന്നും പറഞ്ഞ് എല്ലാ രോഗങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അങ്ങോട്ട് സ്വീകരിക്കരുത്. ഈ കല്ലേറ് ദൈവഹിതമാണ്, സ്വോത്രം എന്ന് പറഞ്ഞ് കൊള്ളരുത്. അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം, രോഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, പിശാചിൻ്റെ ചില പ്രവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ഹെരോദാവിൻ്റെ വാളിൽ നിന്ന് ശിശുവായിരിക്കുമ്പോൾ യേശു ഒഴിഞ്ഞു മാറാൻ ദൈവം അവസരം ഒരുക്കിയതുപോലെ നമ്മൾ അതിൽ നിന്നെല്ലാം മാറിപ്പോകണം. ദൈവഹിതമാണ്. പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഇത് കേട്ട ഓരോ കുഞ്ഞുങ്ങൾക്കും ജ്ഞാനവും വിവേകവും കൊടുക്കണം. എവിടെ നിൽക്കണം, എവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം എന്നുള്ള വിശേഷ ജ്ഞാനം ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കൾക്ക് ഈ വചനധ്യാനത്തിലൂടെ ഉണ്ടാകട്ടെ. സമയമാകാതെ വന്നിരിക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത് എത്ര ക്യാൻസർ 4-ാമത്തെ സ്റ്റേജാണ്, 5-ാമത്തെ സ്റ്റേജ് ആണെങ്കിലും അതിപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങനെയുള്ളവരെല്ലാം പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അപകടത്തെ തുടർന്ന് കിടന്നുപോയ പലരും ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കട്ടെ. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. ദൈവശക്തി അവരെ തൊടട്ടെ. സാമ്പത്തിക മേഖലയിൽ തകർന്നു പോയവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ. കർത്താവേ, അങ്ങയുടെ സമയമാകാതെ ദൈവജനത്തിൽ ഒരാളെയും ശത്രു തൊടരുത്. അവരെല്ലാം പുറത്തു വരട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശുവിൽ നമുക്ക് പൂർണ്ണമായി ഈ വചനങ്ങളിൽ മുഴു ഹൃദയത്തോടെ ആശ്രയിക്കാം. അതങ്ങനെ തന്നെയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം.